കോഴിക്കോട് വീണ്ടും വൻ ലഹരി വേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ പിടികൂടി. NP ഷാജഹാൻ, മുഹമ്മദ് റാസി എന്നിവരാണ് പിടിയിലായത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, വിവരങ്ങൾ എന്താണ്? സ്ഥിരം കുറ്റവാളികളാണ് ഈ പിടിയിലായ ഷാജഹാനും മുഹമ്മദ് റാസിയും. കുറച്ചു നാളായി ഡൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും. ഇന്ന് രാവിലെ ആന്ധ്രാപ്രദേശിൽ നിന്നും ട്രെയിനിലെത്തി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തുടർന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് വരികയായിരുന്നു. നഗരത്തിൽ വെച്ച്, അതായത് മാവൂർ റോഡിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത്. 22 ഗ്രാം MDMA, ഒപ്പം തന്നെ 1 കിലോഗ്രാം ഹഷീഷ് ഓയിൽ, ഇത് രണ്ടുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു നാളായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്ഥിരം കുറ്റവാളികളാണ്. നേരത്തെയും ഇവർക്ക് കേസുണ്ട്. ഈ ഷാജഹാന് 120 ഗ്രാം കഞ്ചാവ് കേസിൽ ആന്ധ്രാപ്രദേശിലെ ജയിലിൽ 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള ലഹരി കേസിൽ ഇപ്പോൾ വീണ്ടും പിടിയിലായിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റ് സ്റ്റേഷനുകളിലും പന്നിയങ്കര, ചെമ്മങ്ങാട്, ടൗൺ, മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിൽ കളവ് കേസും ഈ ഷാജഹാന് നേരെയുണ്ട്. മുഹമ്മദ് റാസിക്ക് നടക്കാവ്, തിരൂർ സ്റ്റേഷനുകളിൽ കളവ് കേസുണ്ട്. നിലവിലിപ്പോൾ കോഴിക്കോട് DCP അരുൺ കെ പവിത്രൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാസലഹരി നഗരത്തിലേക്ക് വലിയ രീതിയിൽ ഒഴുകുന്നു, അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഡൻസാഫിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ നടന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടായത്. ഡൻസാഫും നടക്കാവ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. രജിത്ത്. മിഥില, ഇന്നലെയും നഗരത്തിൽ വ്യാപകമായ പരിശോധന നടന്നിരുന്നു. ഇന്നലെയും ലഹരി വേട്ടകൾ നടന്നിരുന്നു. ഇന്നും ഇപ്പോൾ സമാനമായ രീതിയിൽ 1 കിലോ ഹാഷിഷ് ഓയിൽ എന്ന് പറഞ്ഞാൽ വലിയ അളവിലുള്ള ലഹരി വസ്തുവാണ്. പരിശോധന ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നീക്കം? മിഥില. തീർച്ചയായും രജിത്ത്, ഇന്നലെയും ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ. ഡൻസാഫാണ് ഇപ്പോൾ നിലവിൽ DCP അരുൺ കെ പവിത്രൻ്റെ നേതൃത്വത്തിൽ ഡൻസാഫിൻ്റെ ഒരു ടീം തന്നെ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ ലിസ്റ്റിലുള്ള ആളുകൾ, അവരെല്ലാം കേന്ദ്രീകരിച്ച് നേരത്തെ ഇത്തരത്തിൽ ലഹരി കടത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇവർ ഡൻസാഫുമായി നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ മറ്റ് ക്രിമിനൽ കേസുകളിൽ പെടുന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വഴിമാറി ഇത്തരത്തിൽ രാസലഹരി, പ്രത്യേകിച്ച് MDMA ഉൾപ്പെടെയുള്ളവ കേരളത്തിലേക്ക് കടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായാണ് ഇപ്പോൾ നിലവിൽ ഇവർക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിൽ ഉൾപ്പെട്ടുള്ള മറ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടി ഇപ്പോൾ ഡൻസാഫിൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ട്. എന്തുതന്നെയാലും വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം നഗരത്തിൽ ഇപ്പോൾ ഉണ്ട്. ശരി, മിഥില ബാലൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. കോഴിക്കോട് നഗരത്തിലാണ് തുടർച്ചയായി കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ലഹരി വേട്ട ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMA-യുമായാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത്.